നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗൃഹപാഠത്തിൽ നമുക്ക് ചൈനീസ് വാസ്തുശാസ്ത്രം അല്ലെങ്കിൽ ഫെങ്ഷുയിയെ കുറിച്ച് ചർച്ച ചെയ്യാം അല്ലേ. ഈ ചൈനീസ് വാസ്തുശാസ്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുറത്തു നിന്നുള്ള നമുക്ക് തനതായ ഒരു വാസ്തുശാസ്ത്രം ഉണ്ടെങ്കിൽ കൂടി നാം ഇതിനെ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ. വളരെ പെട്ടെന്ന് ഫലം ലഭിക്കും എന്നതുകൊണ്ട് തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ ചൈനീസ് വാസ്തുശാസ്ത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത ഫെങ്ഷുയി മാസ്റ്റർ ശ്രീ ചന്ദ്രബോസ് സൂര്യമഠം. അദ്ദേഹത്തെ ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സർ, ഞാനൊരു അനുഭവ കഥ എന്ന് നമുക്ക് പറയാം. ആ രീതിയിലുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഞാനൊരു വീട്ടിൽ ചെന്നപ്പം, എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ ശരിക്കും ഈ ഫെങ്ഷുയിലെ സാധനങ്ങളെല്ലാം തന്നെ ടൂൾസ് ഫുള്ളും ആ കുട്ടിയുടെ വീട്ടിലുണ്ട്. പൂജ എന്താണ് ഉപകരണങ്ങൾ എല്ലാം പിന്നെ ഷോക്കേസിൽ അല്ലെങ്കിൽ പല പല സ്ഥലത്തായിട്ട് എല്ലാം ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം എനിക്ക് ഭയങ്കര ഇവളിങ്ങനെ ഇതിനെക്കുറിച്ച് കുറേ പറയുമായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായി, എന്താണ് ഇത് ഇത്രയും ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നത്, ശേഖരിക്കുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് അവർക്ക് ലഭിച്ചു കാണാൻ, ഫലം കിട്ടിക്കാണോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇത്രയും സാധനം വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ നിനക്ക് നടന്നോ, നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചോ എന്ന് ചോദിച്ചു. അപ്പം ഇതുവരെ എനിക്കൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ വാങ്ങിച്ചു പോയതുകൊണ്ട് അത് ഷോക്കേസിൽ വെച്ചിരിക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കും? അതായത് നമുക്ക് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംഭവമാണ് ഫെങ്ഷുയി എന്ന് പറയുമ്പോഴത്തേക്ക്. ഫെങ്ഷുയി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ സാധാരണ ജനങ്ങൾക്കായിരുന്നാലും അല്ലാത്തവർക്കായിരുന്നാലും ഒരു ധാരണയുണ്ട്, ലാഫിംഗ് ബുദ്ധയോ ഇല്ലെങ്കിൽ ഈ ഫെങ്ഷുയിൽ കിട്ടുന്ന ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ആവശ്യം പോലെ ഉപകരണങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചൈനയിൽ നിന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫെങ്ഷുയി, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫെങ്ഷുയി ആണെങ്കിൽ പോലും കള്ളത്തരത്തിന് കൂട്ടിക്കാൻ നമ്മൾ തയ്യാറല്ല. അപ്പോൾ ഈ ബിസിനസ് അടിസ്ഥാനത്തിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഇറക്കി കൊടുക്കും. ഇങ്ങനെ ഷോ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു കുറച്ച് പുസ്തകം വെച്ച് കൊടുക്കും. അതുപോലെ ഈ സാധനം അവിടെ വയ്ക്കും, സൗത്ത് ഈസ്റ്റിൽ വയ്ക്കും, സൗത്തിൽ വയ്ക്കും, നോർത്തിൽ വയ്ക്കും എന്ന് പറയുന്നത് കുറേ സാധനങ്ങൾ ഇങ്ങനെ പടച്ചിറക്കും. ഇത് ഇവരെല്ലാം കൂടി ഡോക്ടറെ കാണാതെ രോഗത്തിന് വേണ്ടി ചികിത്സിക്കുന്നത് പോലെ മാർക്കറ്റിൽ കിട്ടുന്ന എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ച് കഴിക്കും ആദ്യം. ഇപ്പം എല്ലാവർക്കും പനിയാണല്ലോ. ഈ കഴിച്ചതിന് ശേഷം വീണ്ടും ഡോക്ടറെ കാണേണ്ട അവസ്ഥ. അപ്പോൾ രണ്ട് ചിലവായി. ആദ്യമേ അത് ചെറിയ കുഴപ്പമില്ല. അപ്പോൾ ഇവർ ചെയ്യുന്നത് ശരിക്കും നമുക്ക് ഈ ടൂൾസുകൾ വെക്കേണ്ട രീതിയിലാണ്, പ്ലേസ് ചെയ്യേണ്ട രീതിയിലാണ് നമ്മൾ ചെയ്തിരുന്നുവെങ്കിൽ ഊർജം പ്രസരിക്കുന്ന എല്ലാത്തിനും ഊർജം പ്രസരിക്കുന്ന സാധനങ്ങളാണ് വെച്ചത്. തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവ് എനർജി, ചി എനർജി ധാരാളം അവിടെ വരികയും നമുക്ക് വളരെയധികം പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്യുമായിരുന്നു. ഇത് അവരങ്ങനെയല്ല ചെയ്തത്. ശരിക്കും പറയപ്പോഴത്തേക്ക് ഒരു വീട്ടിൽ ഒരു ഫെങ്ഷുയി മാസ്റ്റർ ചെല്ലുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അസ്വസ്ഥമായ മനസ്സിനെ സാന്ത്വനിപ്പിക്കലും ശാരീരിക മാനസിക സുഖത്തിലോട്ടും ആ വീടിനെ കൊണ്ടുവരിക. അത് ജീവനില്ലാത്ത വീടിന് ജീവൻ ഉണ്ടാക്കി കൊടുക്കുക. വീടിന് ജീവനുണ്ട്, ആ വീടിന് ആദ്യം ജീവൻ വെപ്പിക്കുകയാണ് ഫെങ്ഷുയി കൺസൾട്ടൻ്റ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമേ രോഗമറിഞ്ഞ് ചികിത്സിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഈ അസ്വസ്ഥ മനസ്സിനെ നമ്മൾ വളരെയധികം പ്രസരിപ്പോടുകൂടി സന്തോഷത്തോടു കൂടി കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർക്ക് സന്തോഷമാവും. അതിനുശേഷം വേണം നമ്മൾ മറ്റു കാര്യങ്ങൾ തുടങ്ങാൻ. ഇത് ജീവനില്ലാത്ത വീട്ടിൽ ജീവനില്ലാത്ത ടൂൾസുകൾ വയ്ക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ടൂൾസുകൾ ധനാത്മക ഊർജ്ജം നൽകി അത് എനർജൈസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ചെയ്തിട്ടല്ലാതെ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അതിന് വിപരീതമായ രീതിയിൽ ചെയ്താൽ ഗുണത്തേക്കാളേറെ ദോഷം മാത്രമേ ഉണ്ടാവൂ. നമുക്ക് ഈ ഫെങ്ഷുയി ടൂൾസുകൾ വെക്കലല്ല ഫെങ്ഷുയി എന്ന് പറയുന്നത്. കാറ്റും ജലവും എന്നുള്ള അർത്ഥത്തിലാണ് ഫെങ്ഷുയി ചൈനീസ് പദത്തിൻ്റെ അർത്ഥം. പക്ഷേ ഫെങ്ഷുയി എന്ന് പറയുമ്പോഴത്തേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. കുറേ സാധനങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. പക്ഷേ നമ്മുടെ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് വളരെയധികം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ജീവിതത്തിൽ ഏറ്റവും ഇറക്കവും ഉണ്ടാകുന്നു. പല നമുക്കിതിലേക്ക് വരാം. ഒരു കോൾ ഹോൾഡ് ചെയ്യുന്നു. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ മാഡം, ഞാൻ റാന്നിയിൽ ഗീതയാണ് വിളിക്കുന്നത്. സംസാരിച്ചോളൂ സാറിനോട്. പറയൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ടിവിയുടെ ഓളിയോ ഒന്ന് കുറയ്ക്കാമോ? ഹലോ, പറഞ്ഞതനുസരിച്ച് ഞാൻ സെപ്റ്റിക് ടാങ്കിന്റെ കുഴിയൊക്കെ എടുത്തിട്ടിരിക്കുന്നു. അപ്പൊ അത് ഈ പിന്നെ അതിന്റെ വേസ്റ്റ് പൈപ്പ് പോകുന്നത് അത് പിന്നെ ഈ കന്നിമൂലയിൽ കൂടി തന്നെ അതുവഴി പോകരുത് എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളതാണോ? അതെ, അതങ്ങനെ പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ സാറ് പറഞ്ഞനുസരിച്ച് തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയ്ക്കും പടിഞ്ഞാറ് ഭാഗത്തിനും ഇടയ്ക്കായിട്ട് ഞാനിങ്ങനെ സെപ്റ്റിക് ടാങ്കിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല, എന്തായാലും കാര്യം ചെയ്യാം. ഞാൻ എന്തായാലും വന്ന വീടാണല്ലോ അത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണല്ലോ. അപ്പൊ ഞാനിവിടെ ഇറങ്ങിയ ശേഷം എന്നെ വിളിച്ചാൽ മതി. അപ്പൊ നമുക്ക് പരിചയമുള്ളതുകൊണ്ട് നേരിട്ട് കൂടുതൽ സംസാരിക്കാം. ഓക്കെ സാർ. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫെങ്ഷുയി ടൂൾസ് ഒത്തിരി ജീവനില്ലാത്ത വീട്ടിൽ ജീവനില്ലാത്ത
ജീവനില്ലാത്ത വീട്ടിൽ ജീവനില്ലാത്ത ഇതും കൂടെ കൊണ്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വീടിന് ജീവൻ വെക്കുക, ആദ്യം വീടിന് ജീവൻ വെപ്പിക്കണം. അതിനുശേഷം വേണം നമുക്ക് ഫെങ്ഷുയി ടൂൾസുകൾ വെക്കാനുള്ളത്. വീടിന് ജീവൻ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ വീടിന് ജീവൻ വെക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു വീട്ടിൽ ആദ്യമായിട്ട് ചെന്ന് കയറപ്പോഴത്തേക്ക് വളരെയധികം മൂകതയും ഇരുട്ടറയും ഇരുട്ട് നിറഞ്ഞതും മൂകമായിട്ടുള്ളതും വേസ്റ്റുകൾ കൊണ്ട് കുമിഞ്ഞു കൂടിയതും ഒരു നിശബ്ദമായ അന്തരീക്ഷത്തിൽ അത് നമ്മളെ കണ്ണുകൾ കൊണ്ട് നോക്കപ്പെടുത്തേക്ക് ഈ കണ്ണുകൾ കൊണ്ട് നോക്കപ്പെടുത്തേക്ക് ആ വീടിനെ പറ്റി അറിയാൻ പറ്റും. ചില വീട്ടിൽ ചെല്ലപ്പെടുത്തേക്ക് നമ്മളൊരു ക്ഷേത്രത്തിലോ പള്ളിയിലോ ചർച്ചിലോ ചെല്ലപ്പെടുത്തേക്ക് നമ്മൾ വല്ലാത്ത ഒരു ഏതോ ഒരു ലോകത്ത് ചെന്ന് അകപ്പെട്ടതുപോലെ ഒരു പ്രത്യേക ഒരു ലോകത്ത് ചെന്ന് അകപ്പെട്ടതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇല്ലേ ചെയ്യില്ലേ? തീർച്ചയായിട്ടും ശരിക്കും അവിടെ നന്നായിട്ട് ശുദ്ധീകരിച്ച് നല്ല വൃത്തിയായിട്ട് ആ മണവും മറ്റേ തിരിയുടെയും ഇതെല്ലാം കൂടി കാണപ്പെടുന്ന വല്ലാത്ത ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എത്രയും പെട്ടെന്ന് ഇറങ്ങി തിരിച്ചു പോകണം എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവും. അപ്പം അതിനെയെല്ലാം മാറ്റി വീടിന് നല്ല വെളിച്ചവും കാറ്റും എല്ലാം കിട്ടത്തക്ക രീതിയിൽ നല്ല രീതിയിൽ ക്രമീകരിച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം പുറത്ത് കളഞ്ഞ് എവിടെയൊക്കെ എന്തൊക്കെ പ്ലേസ് ചെയ്യണമെന്ന് വെച്ചാൽ അതെല്ലാം പ്ലേസ് ചെയ്ത് വീടിന് ജീവൻ വെപ്പിക്കുക. അത് കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അത് ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന്. ശരിക്കും വീടിന് ജീവനുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യപ്പെടുത്തേക്കാണ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അസ്വസ്ഥതകൾ മാറുന്നു, നല്ല ഒരു മാനസിക അവസ്ഥയിലോട്ട് നമ്മൾ ആ വീട് ആയിപ്പോകുമെന്ന് പറയുന്നത്. അതല്ലാതെ ഈ ചവറ്റുകുട്ടയിൽ, അതായത് ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത വീട്ടിൽ കൊണ്ട് ഇതേ കണക്ക് കുറേ ടൂൾസ് വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പം നമ്മൾ അതിൻ്റേതായ രീതിയിൽ എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിൽ, അതായത് ഒരു മുറിവൈദ്യം പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ഈ പുസ്തകം ഫെങ്ഷുയി എന്ന് പറയുന്ന പുസ്തകം നമ്മൾ ഉണ്ടായിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കുറേ സാധനങ്ങൾ വെക്കലല്ല ദയവ് ചെയ്ത് ഫെങ്ഷുയി എന്ന് പറയുന്നത്. അനുഭവം കൊണ്ട് 10 വർഷം കൊണ്ട് 40,000 വീടുകളിൽ പോയ അനുഭവം കൊണ്ട്, ആ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫെങ്ഷുയി എന്ന് പറഞ്ഞാൽ സാധനം വെക്കലല്ല. 25,000 രൂപ, അതായത് ഇപ്പോൾ എന്നെ ഒരു വട്ടാമ്പിയിലുള്ള ഒരു ക്ലയൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇവിടെ ഒരാൾ പറഞ്ഞു സ്ക്വയർ ഫീറ്റ് അനുസരിച്ചാണ് ഇതിന് പൈസ വാങ്ങുന്നതെന്ന്. 25,000 രൂപ പോയി. സത്യം പറഞ്ഞാൽ 25,000 രൂപയുടെ ആവശ്യമില്ല, 20,000 രൂപയുടെ ആവശ്യമില്ല, 15,000 രൂപയുടെ ആവശ്യമില്ല ഫെങ്ഷുയി ചെയ്യാൻ. എല്ലാ ടൂൾസുകളും വെച്ചിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് ആൾക്കാരെ പറ്റിക്കപ്പെടുന്ന ഒരു സമ്പ്രദായമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാരും വഴിവെക്കരുത്. ഓക്കെ സാർ, നമുക്ക് വീണ്ടും ഒരു കോൾ ചെയ്യുന്നു. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ ആലുവയിൽ നിന്ന് വിളിക്കുക. പറഞ്ഞോളൂ. വിരദേവി വിളിക്കുന്നു. ഓക്കെ സാർ, സംസാരിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ. വീടിന്റെ ഒരു സംശയം ചോദിക്കാൻ വിളിക്കുകയാണ്. ഞങ്ങൾ പുതിയ വീട് വെച്ച് താമസിച്ചിട്ട് ഏകദേശം 8 വർഷത്തോളായി. ഞങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് കിണറുണ്ട്. ഉള്ള പൈസ അത്രയും നിങ്ങൾ എവിടെ നിന്ന് പൈസ സമ്പത്ത് ഉണ്ടാക്കി വെക്കുന്നത് അതുപോലെ ചിലവായി പോകും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പൈസ ഉണ്ടെങ്കിലും അതുപോലെ പോയിക്കൊണ്ടിരിക്കും. ഈ വീടിന് വേണ്ടി ഉണ്ടാക്കിയ കിണറല്ല, ഞങ്ങളുടെ തറവാട് അടുത്ത് ചേർന്നാണ്. അതിന്റെ വടക്ക് കിഴക്ക് ഭാഗമാണ് ഈ കിണർ. അതിന്റെ വടക്ക് കിഴക്ക് ഭാഗവും നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗവും കിഴക്ക് ഭാഗമായിട്ട് വരും. അപ്പൊ ആ വീടിന് അനുയോജ്യമായിട്ടാണ് കിണർ നിൽക്കുന്നത്, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടല്ല കിണർ നിൽക്കുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതിനുള്ള കറക്ഷൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അധിക ചെലവുണ്ടാവും. അങ്ങനെ ഉണ്ടോ? സാമ്പത്തികമായിട്ട് ചെലവുണ്ട്. അധിക ചെലവുണ്ടോ? നടക്കണില്ല, മകന്റെ കല്യാണം നടക്കണം. ഈ 2 തടസ്സങ്ങളാണ്. അല്ല, ഈ മകന്റെ ഈ സാമ്പത്തിക ചെലവെന്ന് പറയുന്നത് ഈ വെൽത്ത് കോർണറിൽ നമ്മുടെ കിണർ നിൽക്കുന്നതാണ്. പിന്നെ മകന്റെ വിവാഹകാര്യം എന്ന് പറയുമ്പോൾ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് അവന്റെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന കന്നിമൂല ഭാഗത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട് അവിടെ. അത് വന്ന് നേരിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് എന്താണെന്ന് പറയാൻ കഴിയൂ. എന്തായിരുന്നാലും ആ മാൻ കിടക്കുന്ന റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് മണ്ടാരൻ ഡക്കുകൾ എന്ന് പറയുന്ന 2 ഇണപ്പക്ഷികളെ കിട്ടും. അത് വാങ്ങി വെച്ചേക്കുക. എന്നിട്ട് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് തന്നെ നല്ല ഒരു PVC പൈപ്പ് ഉയരത്തിൽ നല്ലൊരു ലൈറ്റും അവിടെ വളരെയധികം പോസിറ്റീവ് എനർജി കൊടുക്കുക. ഒരുപാട് ചീ അത് ജീവശ്വാസം അവിടെ ഒഴുകി വരുന്നതായിട്ടുള്ള ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുകയും അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക. നല്ല വൃത്തിയാക്കിയിട്ടതിന് ശേഷം അത് ചെയ്താൽ മതി. കൂടുതൽ സംശയമുണ്ടെങ്കിൽ പിന്നെ വിളിച്ചാൽ മതി. അതെ അതെ, ലൈറ്റ് ഇടേണ്ടത്. ഓക്കെ, പിന്നെ വിളിച്ചാൽ മതി. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. എത്രയോ രൂപ ചെലവാക്കി, എന്നിട്ടും സാർ പറയുമായിരുന്നു, സാറിന്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അതെ, രൂപ എന്തോ ചെലവാക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നല്ല മനോഹരമായ രീതിയിൽ നമുക്ക് ഫെങ്ഷുയി ചെയ്യാൻ കഴിയും. ആ വീട് ചെന്ന് നോക്കിയതിന് ശേഷം ചെറിയ ചെറിയ കറക്ഷനിലൂടെ നമുക്ക് വീടിൻ്റെ പരിസരവും പൂക്കളും നല്ല ചെടികളും നല്ല കളറും അതൊക്കെ നിസ്സാരമായ പൈസയാവുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഫെങ്ഷുയി എന്ന് പറയുന്നത്. അല്ലാതെ കുറേ സാധനം മാറ്റി വെച്ചിട്ട് എനിക്കിപ്പോൾ നാളെ എല്ലാ പൈസ ഇങ്ങനെ വന്ന് കയറും അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് തൊഴിൽ ചെയ്യാനുള്ളതും ഇല്ലെങ്കിൽ മാനസികമായിട്ട് അസ്വസ്ഥത മാറപ്പെടുത്തേക്ക് നമുക്ക് എല്ലാ ഒരു പോസിറ്റീവ് എനർജി ഒന്ന് നിറയുകയാണ്. അവിടെ എന്ന് പറയുന്ന നിശ്വാസം ഉച്ഛ്വാസ വായു അവിടെ വന്ന് നിറയപ്പെടുത്തേക്ക് നമുക്കിതെല്ലാം ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവും. അതായത് മിസ്റ്റിക് സയൻസ്, നിഗൂഢ ശാസ്ത്രം,
ആണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. ഫെങ്ഷുയി എന്ന് പറയുന്നത് സയൻസാണ്, 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള സയൻസാണ്. അപ്പോൾ അത് എങ്ങനെ എടുത്തു കാണിച്ചു തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റില്ല. അത് അനുഭവത്തിലൂടെ. ഇന്നിപ്പോൾ രാവിലെ കാലത്ത് ഒരു 8 മണിയായപ്പോഴത്തേക്ക് ഇന്നിപ്പോൾ നമ്മുടെ ലൈവ് പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മലയാളികളെല്ലാം അറിയപ്പെടുന്ന ഒരു ഏറ്റവും വലിയൊരു കാതികനാണ് കിടാമംഗല സദാനന്ദ സാർ. അദ്ദേഹം താമസിക്കുന്ന വടക്കം പറവൂരാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് മനോജ്. അദ്ദേഹത്തിനവിടെ ബുക്ക് സ്റ്റാളുണ്ട്, 2-3 ബുക്ക് സ്റ്റാളുണ്ട്. നല്ല രീതിയിൽ നല്ല സാമ്പത്തിക ശേഷി അറിയാമല്ലോ, അപ്പം ഒന്നും പറയണ്ടല്ലോ. വടക്കം പറവൂർ എന്നെ വിളിച്ചിട്ട് പറയും, സാർ ഒന്നുകൂടി ഇവിടെ വന്നേ തീരുമെന്ന് പറയും. അവർ എന്താ കാര്യം, നിങ്ങൾ വന്ന് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇപ്പം അദ്ദേഹം ചിലപ്പോൾ കേട്ടുകൊണ്ടിരിക്കാം, ഇല്ലെങ്കിൽ സംശയമുള്ള വടക്കം പറവൂരുകാർക്ക് അദ്ദേഹത്തിനെ ഇപ്പോൾ സമീപിക്കാം. നമ്മൾ ഒരു തുറന്ന പുസ്തകമാണ്, ആരെയും പറ്റിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇന്ന് നല്ലൊരു പോസിറ്റീവ് എനർജി എനിക്ക് കൂടെ കയറി ഈ പരിപാടി അവതരിപ്പിക്കാനായിട്ട്. കാരണം ഞാൻ ചെന്ന് ചെയ്ത വീട്ടിൽ, എൻ്റെ കാലുകുത്തിയ വീട്ടിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായല്ലോ, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് വീണ്ടും അവിടെ ചെല്ലണം, വീണ്ടും ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യണമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്, ഒത്തിരി ആൾക്കാർ. ഈ ക്ലയൻ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിനകത്തും പുറത്തും ആവശ്യം പോലെ ഇങ്ങനെയുണ്ട്. അപ്പോൾ വേറൊരു ഉദാഹരണം പറയുമ്പോഴത്തേക്ക് മഞ്ചേരി ഭാഗത്ത് നല്ല ഒരു എക്സ്പോർട്ടറായിരുന്നു അദ്ദേഹം, സാധനങ്ങൾ കയറ്റി വയ്ക്കുന്ന ഭയങ്കരമായ ബിസിനസ്സുകാരെ. ആ വീട്ടിൽ ഇങ്ങനെ ചെന്ന് കയറിയപ്പോഴത്തേക്ക് വളരെയധികം പോസിറ്റീവ് എനർജിയാണ് അനുഭവപ്പെട്ടത്. ഞാൻ നേരത്തെ ക്ഷേത്രത്തിൻ്റെ കാര്യം, പള്ളിയുടെ കാര്യം, ചർച്ചിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ അവിടെ നിന്ന് വളരെ പോസിറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ചെന്ന് കാര്യങ്ങളെല്ലാം നോക്കിയപ്പോഴത്തേക്ക് വീടും ഓഫീസും എല്ലാം കൂടെ ഏതാണ്ട് ഒരു 12-15 സെൻറ്റിനകത്ത് കംപ്ലീറ്റ് ഒരു വീടാണ്, നല്ലൊരു കുന്നിൻ്റെ മുകളിൽ. അപ്പോൾ ഈ സാമ്പത്തിക ശേഷി ഉണ്ടായതനുസരിച്ച് അദ്ദേഹത്തിന് ഒരു സ്വിമ്മിംഗ് പൂൾ വേണമെന്ന് തോന്നി. അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായി, എനിക്കൊരു സ്വിമ്മിംഗ് പൂളും കൂടെ വേണം. ഭയങ്കര പ്രശസ്തനായ ഒരാളാണ്, പേരൊന്നും പറയില്ല, വേറെ മറ്റാളൊന്നും ചോദിക്കേണ്ട പറയില്ല. അപ്പോൾ അദ്ദേഹം എന്തെന്ന് വെച്ചാൽ തെക്ക് വശത്തായിട്ട്, തെക്കെന്ന് പറയുമ്പോൾ സൗത്ത് ഫയർ, തീ, അഗ്നി, അവിടെ അദ്ദേഹം വിശാലമായിട്ട് ഒരു ഫൗണ്ടൻ, ഒരു വാട്ടർ പൂൾ അവിടെ സ്ഥാപിച്ചു. ബാക്കി പിന്നെ പറയണ്ടല്ലോ, ആ തീയുടെ പുറത്ത് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തു. സാമ്പത്തികമായിട്ട് അധിക ചെലവ്, തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ, ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ, അത് പോരാഞ്ഞിട്ടോ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ അടുക്കളയും കിണറും അവിടെ തന്നെ. അപ്പോൾ സാധാരണ രീതിയിൽ കിച്ചൻ്റെ ഭാഗത്താണല്ലോ കിണർ വരാറുള്ളത്. കന്നിമൂല ഭാഗത്ത് ഒരു കാരണവശാലും കിണറോ അടുക്കളയോ വരുന്നതല്ല. പക്ഷെ ബ്രാഹ്മൺസിൻ്റെ വീട്ടിൽ വരാറുണ്ട്, അത് വേറൊരു കാര്യം. ഒരു ബുദ്ധിക്കാണ് കൂടുതൽ ഇത് കൊടുക്കുന്നത്. അത് എല്ലാവർക്കും ബുദ്ധി വേണം, എങ്കിലും അതിന് ചില കാരണങ്ങൾ ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് തീർച്ചയായിട്ടും നമുക്ക് ഈ കിണറിന് വേണ്ടി ഈ കിണർ ഇവിടുന്ന് മാറുക തന്നെ വേണം. അടുക്കള മാറ്റാൻ വലിയ പാടൊന്നുമില്ല, സൗത്ത് ഈസ്റ്റ് ഭാഗത്തോട്ട് അടുക്കള മാറ്റി കിഴക്കോട്ട് നോക്കി നമുക്ക് പാചകം ചെയ്യാം. അതല്ലാത്ത വർഷം ഇദ്ദേഹത്തിൻ്റെ വന്നിരിക്കുന്ന സമ്പത്ത് അത്രയും അതുപോലെ പടിയിറങ്ങിപ്പോവും. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അതെല്ലാം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു, അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ് ടൈൽസും മാർബിളെല്ലാം ഇട്ടിരിക്കുന്നത് ഇതൊക്കെ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഒരുപാട് പൈസകൾ മുടക്കി ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, സാർ അങ്ങനെയല്ല, ഇത് മാറ്റണം. കാരണം തെക്കും പടിഞ്ഞാറുമാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കിടക്കേണ്ടത്. ഞാൻ പറയും നല്ല മനോഹരമായ ഉരുളൻ കല്ലുകൾ, റോക്കെല്ലാം ഇട്ട് നല്ല ഒരു ഹില്ല് പോലെ ഉണ്ടാക്കി മാറ്റാൻ പറഞ്ഞു. വളരെ സാവധാനമാണെങ്കിലും അദ്ദേഹം അത് ചെയ്തിപ്പോൾ അതിൻ്റെ അതേ ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം എപ്പോഴും ഞാനുമായിട്ട് വിളിച്ച് സംസാരിക്കാറുണ്ട്. സാറിൻ്റെ അനുഭവങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ഓരോ ഗൃഹപാഠത്തിലൊരു ബ്രേക്ക് എടുക്കാൻ സമയം. ഗൃഹപാഠം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.